ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഒരു പെണ്ണെ ഒരു മുക്കാച്ചമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. ஏண்டா நல்லா வளர்ந்துட்டு வர ஊரெல்லாம் உன்னை பத்தி தான் பேசுறாங்க. எதுக்கு இதெல்லாம் എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലയ്ക്ക് കൈ കൊടുത്തേനെ. മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടെ അറിഞ്ഞൂടാ. ഒരു 5 മിനിറ്റ് എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, പെണ്ണ് കാണാൻ വന്നപ്പോ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അത് ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അയാൾ വർഷങ്ങളോളം മെന്റൽ ഹോസ്പിറ്റലുകളിൽ അടച്ചുപൂട്ടപ്പെട്ട ആളാണ്. ഒരു ഭ്രാന്തൻ ഇത്ര കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അത് റോങ് ഇന്റൻഷനോട് പറഞ്ഞതല്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയൊരു തെറ്റുകാരനാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. എന്നു തീരും എന്റെ കഷ്ടമിന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ.